ഹേയ് ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർ പിക്സ്. 2026 തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ് 2025 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടികളുടെ വീഡിയോ ഇടാമോന്ന്. നമ്മളങ്ങനെ ഫൈനലി അതിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കറിയാം ഒരു മാസം ലേറ്റ് ആയി, പക്ഷെ എന്തായാലും ബെറ്റർ ലേറ്റ് തന്നെ വരുന്നതാണല്ലോ, ആയിരിക്കും പറയാറ്. എനിവേ നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്നത് ടോപ്പ് 10 വണ്ടികളാണ് നോക്കുന്നത്. ആൻഡ് ടോട്ടൽ 2025 കലണ്ടർ ഇയറിൻ്റെ സെയിൽസ് ആണ് നോക്കുന്നത്. നമ്മളതിനെ 2024 കലണ്ടർ ഇയറിൻ്റെ സെയിൽസ് വെച്ച് കമ്പയറും ചെയ്യുന്നുണ്ട്. 2024 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ടാറ്റയുടെ പഞ്ചായിരുന്നു. ഇതിപ്പോൾ നേരെ ഓർഡർ അങ്ങ് റിവേഴ്സ് ആയെന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് ഈ ലിസ്റ്റ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പഞ്ച് പ്രാവശ്യം 10th പൊസിഷനിലേക്ക് വന്നു. 2024 വണ്ണായിരുന്നു. 1,73,502 വാഹനങ്ങളുടെ സെയിലാണ് പഞ്ചിന് കഴിഞ്ഞ വർഷം ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. 2022 2,02,30 വാഹനങ്ങളുടെ സെയിലായിരുന്നു നമ്മുടെ പഞ്ചിന് ടോട്ടൽ ലഭിച്ചിരുന്നത്. അതായത് 28,528 വാഹനങ്ങളുടെ വ്യത്യാസവും 14.12% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ടോട്ടൽ ലിസ്റ്റിൽ 10 വണ്ടികളുണ്ടല്ലോ, അതിൽ തന്നെ 8 വണ്ടികൾക്ക് ഗ്രോത്തും വെറും 2 വണ്ടികൾക്ക് മാത്രമേ ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ പഞ്ച്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ഇതിന് ടെക്നിക്കലി സെയിൽ കുറഞ്ഞു, പക്ഷെ എന്തായാലും ലിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് താഴത്തേക്ക് പോയിട്ടില്ല. 1,75,310 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ഇനി കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2024 1,88,160 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 12,850 വാഹനങ്ങളുടെ വ്യത്യാസവും 6.83% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇതിനും വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീഗ്രോത്ത് ഉണ്ട്, പക്ഷേ 2 വണ്ടികൾക്കാണല്ലോ ഡീഗ്രോത്ത് ഉള്ളത്. അതിൽ കമ്പാരിറ്റീവ്ലി കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ആൻഡ് ഓവറോൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതും അത്ര മോശമൊന്നുമല്ല. ഇതിന് മുകളിൽ നിൽക്കുന്ന വണ്ടികൾക്ക് ഇനി അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. വളരെ മിനിമലായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ കുറച്ച് നേരത്തേക്ക് വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കയറിക്കോളും. ഇനി അടുത്ത വണ്ടി നിങ്ങളെ ഞെട്ടിക്കുമല്ലോ എന്നറിയില്ല, പക്ഷെ എന്തായാലും കുറേ കാലമായിട്ട് നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റിലൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാ മാസത്തെ സെയിൽസ് എടുത്താലും ഈ വണ്ടി ഉറപ്പായിട്ടും അതിലുണ്ടാവും. ആൻഡ് ഏകദേശം ഒരു 15,000 മുകളിലൊക്കെ ആയിട്ട് ഒരു മാസം ഇതിന് ആവറേജ് സെയിൽസും കിട്ടുന്നുണ്ട്. സോ ഈ ലിസ്റ്റിലുണ്ടാവും എന്നുള്ളത് വളരെ നാച്ചുറലാണ്. 1,76,988 വാഹനങ്ങളുടെ സെയിലാണ് നമ്മുടെ സ്കോർപ്പിയോയ്ക്കും സ്കോർപ്പിയോനോട് കമ്പൈൻഡ് ആയിട്ട് കഴിഞ്ഞ വർഷം ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഗംഭീര സെയിലാണ്. ഈ വണ്ടിയുടെ പ്രൈസും അതുപോലെ സൈസും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2024 1,66,364 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 10,624 വാഹനങ്ങളുടെ വ്യത്യാസവും 6.39% ടോട്ടൽ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇതിന് ഡീഗ്രോത്ത് മറ്റേ വണ്ടികൾ പോലെ വന്നിട്ടില്ല. അതുപോലെ ഇത്രയും വലിയ വണ്ടിയായിട്ട് പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ ഗ്രോത്ത് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ചെറിയ ഗ്രോത്ത് എന്നല്ല, പെർസെൻറ്റേജ് വെച്ച് അധികം ഇല്ലായിരിക്കും, പക്ഷേ എന്നാലും 10,000 വണ്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇത് ഒരു കാലത്ത് ബ്രസയേക്കാൾ സെയിൽ കുറവായിരുന്നു, പക്ഷെ എന്തായാലും കഴിഞ്ഞ വർഷം ബ്രസയേക്കാൾ കൂടുതൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. ബ്രസയേക്കാൾ കുറച്ചുകൊണ്ട് പ്രൈസ് കുറവാണ് ഇതിന്. പിന്നെ കൂടുതൽ ആൾക്കാർ 1.2 തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോളിന് അങ്ങനെ അധികം സെയിൽ കിട്ടാറില്ല. എനിവേ കഴിഞ്ഞ വർഷം 1,79,894 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അതായത് 2024 1,56,236 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. 23,658 വാഹനങ്ങളുടെ വ്യത്യാസവും 15.14% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഫ്രോങ്സ്. പിന്നെ ഇത് നമ്മൾ ആ ഒരു പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബലേനോയിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫ്രോങ്സ് ആണ്. അത് നമുക്ക് ഈ ലിസ്റ്റിലും കാണാൻ പറ്റും. കാരണം ബലേനോ ഈ ലിസ്റ്റിൽ വേറെ എവിടെ ഇല്ല. ഓക്കെ, ചെറിയൊരു സ്പോയിലറായി. എനിവേ അതിന് പകരം നമ്മുടെ സ്വിഫ്റ്റ് എന്തായാലും ഫ്രോങ്സിന് മുകളിലായിട്ട് കയറി പിടിച്ചിട്ടുണ്ട്. 1,89,261 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസാണ് സ്വിഫ്റ്റിന് കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2024 1,72,808 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. അതായത് 16,453 വാഹനങ്ങളുടെ വ്യത്യാസവും 9.52% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതും പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഭയാനകമായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് വന്നപ്പം സെയിൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. അവർ ചില മാസങ്ങളിൽ ഒരു ഇത്തിരി അണ്ടർ പെർഫോമിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ 3 സിലിണ്ടർ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ആവാം. പക്ഷേ ഓവറോൾ നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പം ചെറിയ രീതിയിൽ 3rd ജൻ വെച്ചാൽ പറയുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. എഞ്ചിൻ 3 സിലിണ്ടർ ആക്കിയെന്നേ ഉള്ളൂ, പക്ഷേ മൈലേജ് കൂടി. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത് നിൽക്കുന്ന മാരുതിയുടെ വണ്ടി തന്നെയാണ്. എർട്ടിഗയാണ് 5th പൊസിഷനിൽ നിൽക്കുന്നത്. 1,92,25 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. 2024 1,90,191 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതായത് 1,934 വാഹനങ്ങളുടെ വ്യത്യാസവും 1.02% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പീക്ക് ലെവൽ കൺസിസ്റ്റൻസി ആണെന്ന് പറയും ഇയർലി സെയിൽസിൻ്റെ കാര്യത്തിൽ. കൂടുതൽ ആൾക്കാരും ശരിയാണ് ടാക്സി ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് CNGയിലൊക്കെ വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത്. പക്ഷെ എന്നാലും സെയിൽസ് ഒട്ടും ഡ്രോപ്പ് ആയിട്ടില്ലല്ലോ. വർഷത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എർട്ടിഗയാണ്. പക്ഷെ അതൊരു മോശം രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൺസിസ്റ്റൻസിയാണ് നമുക്ക് അവിടെ സെയിൽസിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത്.
ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വീണ്ടും ഒരു മാരുതിയുടെ വണ്ടിയാണ്, വാഗണാറാണ്. ഈ വണ്ടി 2024 കലണ്ടർ ഇയറിന് പകരം ഫൈനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. ഈവൻ 2024 കലണ്ടർ ഇയർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സെയിൽസിന് കിട്ടിയതായിരുന്നു, പഞ്ചായിരുന്നു ബെസ്റ്റ് സെല്ലിംഗ് എങ്കിൽ പോലും. എനിവേ കഴിഞ്ഞ വർഷം നമ്മുടെ 4th പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. 1,94,238 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. ആൻഡ് 2024 1,90,855 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. സോ ഇയർ ഓൺ ബേസിൽ കമ്പയർ ചെയ്യുമ്പം ഇതിന് ഗ്രോത്ത് ഉണ്ട്. 3,383 വാഹനങ്ങളുടെ വ്യത്യാസം 1.77% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അഗെയിൻ ഇതും അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി തന്നെയാണെന്ന് പറയാം. എർട്ടിഗയുടെ അത്രയും കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷേ ആക്ച്വലി ഇതിന് സെയിൽ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെയും കുറ്റം പറയാൻ പറ്റില്ല. 2024 എർട്ടിഗയ്ക്കും അതുപോലെ വാഗണാറിനൊക്കെ ഏകദേശം സിമിലർ സെയിലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം വാഗണാർ ഇത്രയും കൂടെ കൂടി. ആൻഡ് 1.77% എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണ്. ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് മാരുതി ഒന്ന് വിട്ടുപിടിക്കാം, നമുക്കല്ല സെയിൽസ് ലിസ്റ്റിലെ ആൾക്കാർ ചൂസ് ചെയ്തിരിക്കുന്നതാണ്. എനിവേ 3rd പൊസിഷനിൽ വന്നിരിക്കുന്ന നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. 2024 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പഞ്ചായിരുന്നെങ്കിൽ 25ലേക്ക് വരുമ്പോഴേക്കും 3rd പൊസിഷനിൽ നെക്സോൺ എത്തിയിട്ടുണ്ട്. അതും ഏകദേശം 2024 പഞ്ചിൻ്റെ സെയിൽസുമായിട്ട് മാച്ച് ആയിട്ടുണ്ടെന്ന് പറയാം. 2,561 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ വർഷം നെക്സോണിന് കിട്ടിയിരിക്കുന്നത്. 2024 പഞ്ചിൻ്റെ മാക്സിമം സെയിലും 2,02,030 വണ്ടികളുടെ ആയിരുന്നു. സോ ഏകദേശം 2,000 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ എന്ന് നമുക്ക് പറയാം. ഏതായാലും 2024 നെക്സോണിന് 1,61,611 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് പറയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. 38,950 വാഹനങ്ങളുടെ വ്യത്യാസം 24.1% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി നെക്സോൺ ആണ്. ആൻഡ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്യാവശ്യം നല്ല സെയിലാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 18,000-17,000 ആയിട്ട് നെക്സോണിൻ്റെ സെയിൽ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി ഒരു മാരുതി അല്ല, ഇതൊരു ഹ്യുണ്ടായാണ്. ക്രെറ്റയാണ് ഇപ്രാവശ്യം 2nd പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 2,01,122 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. ഈ വണ്ടി എപ്പോഴും ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയിരുന്ന വണ്ടിയാണെങ്കിലും ടോപ്പ് 2ലേക്കൊന്നും ഇതിനെങ്ങനെ എത്താൻ പറ്റിയിരുന്നില്ല. ടോപ്പ് 10 ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ ഇയർലി സെയിൽസ് ഇറക്കുകയാണെങ്കിൽ. പക്ഷേ ഇത്രയും ടോപ്പ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും 2024 1,86,919 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 14,203 വാഹനങ്ങളുടെ വ്യത്യാസവും 7.6% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അഗൈൻ ഗ്രോത്ത് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്, പക്ഷെ എന്നാലും ഓവറോൾ സെയിൽ എടുക്കുന്ന സമയത്ത് വളരെ നല്ല പെർഫോമൻസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്പർ 1 വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഇവർ ഈ വണ്ടി ഇറക്കിയപ്പോൾ തൊട്ട്, അതും 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിരുന്നു ആദ്യം വന്നപ്പോൾ കിട്ടിയത്. സേഫ്റ്റി ഓവറോൾ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്, CNG ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്. ഈ വണ്ടിക്ക് പിന്നെ അങ്ങനെ സ്വിഫ്റ്റ് പോലെ ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് 3 സിലിണ്ടർ ആയാലും വലിയ പ്രശ്നമില്ല, നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിലായപ്പോഴേക്കും ആൾക്കാർക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നല്ല സെയിൽസും ഈ വണ്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. 2,14,488 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. 2024 1,67,988 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ 46,500 വാഹനങ്ങളുടെ വ്യത്യാസം 27.68% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വരെ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഡിസയർ നമ്മളെന്തായാലും ആ ഒരു സംഭവം കൊടുത്തേ പറ്റുള്ളൂ. സോ ഗൈസ്, ഇതാണ് ഈ നമ്മുടെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.